അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സുഖമായിട്ട് പോണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ 2 ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് 2 ദിവസമായി. എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, നല്ല തലവേദന. കുറച്ച് ദിവസമായി തലവേദന തുടങ്ങിയിട്ട് 2-3 പ്രാവശ്യം ഇവിടെ കൊണ്ടുപോയി കാണിച്ചിക്കണ്. അവിടെ ഡിസ്പെൻസറിൻ്റെ ഇവിടെ അടുത്ത്. അപ്പോൾ അവിടെ കാണിച്ചിട്ട് മരുന്ന് കുടിക്കുമ്പോൾ മാത്രം ഭേദമാവും. പിന്നെ തലവേദന വീണ്ടും തുടക്കും. അങ്ങനെ ഇനിയും നല്ല ഈ ഭാഗത്തൊക്കെ നല്ല വേദന, തല വേദനയ്ക്കും ചെയ്യാൻ നല്ല തരിപ്പും. അങ്ങനെ ഇവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളിവിടെ തന്നെ ക്ലിനിക്കുണ്ട്, അവിടെ കൊണ്ടുപോയി കാണിച്ച് ഇഞ്ചക്ഷൻ വെച്ച് കുക്കൂസൊക്കെ ഇട്ട് മിനിയാന്ന് രാത്രി. അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് വീഡിയോസൊന്നും ഇടാത്തത്. അപ്പോൾ ഞങ്ങൾ ചാനൽ കാണുന്ന ആൾക്കാർ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡോക്ടർ നല്ല സ്ട്രെസ്സ് കൂടിയിട്ടാണ്, പിന്നെ ടെൻഷൻ ഉണ്ടായിട്ടാണ്, സ്ട്രെസ്സ് കൂടിയിട്ടാണ് തലവേദന പറഞ്ഞത്. അപ്പോൾ ടെൻഷൻ ഇപ്പം അതിനകത്തൊന്നുമില്ല. സ്ട്രെസ്സ് നമ്മുടെ വീട്ടിലത്തെ പണി പല കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വല്ലാതെ തലയിലേറ്റണ്ട, ഗുളിക കുടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. വല്ലാതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ടെൻഷൻ ഇങ്ങനെ അടിച്ച് ഡ്രസ്സ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എന്നും തലവേദന തന്നെ ആവും. അപ്പോൾ മരുന്ന് ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും, മരുന്ന് കുടിക്കേണ്ടി വരും എന്നും. അപ്പോൾ വല്ലാതെ ചിന്തിച്ച് കൂട്ടൊന്നും വേണ്ട അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞത്. വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നല്ലാതെ വേറെ ടെൻഷനും കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ അതിജീവിച്ച് വന്നതാണ്. അതൊന്നും എനിക്കിങ്ങനെ ഈ തലവേദന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ മുന്നേ ഉണ്ടായിരുന്നു എനിക്ക് തലവേദന, കുറേ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ വീട്ടിലേക്ക് തറവാട്ടിലായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് 6 വർഷമാവാനായി. വീട്ടിലേക്ക് കൂടിയിരുന്നതിൻ്റെ ശേഷമാണ്, കൂടിയിരുന്ന 3-ാം മാസത്തിലെ ആംബുലൻസിനൊക്കെ വിശേഷമാണ് ഇതൊക്കെ. അപ്പം എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഇങ്ങോട്ട് വന്നതിൻ്റെ ശേഷം മൂന്നൂസിന് വിശേഷമുള്ള ഉണ്ടായിരുന്ന സമയത്ത് നല്ല ഛർദ്ദിയൊക്കെ ആയിരുന്നു. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല ഛർദ്ദിയായിരുന്നു. പിന്നെ അതേപോലെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് മൂന്നൂസ് കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാൽ മൂന്നൂസിനൊക്കെ വിശേഷമാണത്. ആ സമയത്ത് നല്ല റെസ്റ്റ് ആയിരുന്നു. അതേപോലെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുക്കൂസ് ഇങ്ങനെ ഇടും, അല്ലാതെ പച്ചവെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചോറ്, ബിരിയാണി, നെയ്ച്ചോറ്, പൊറോട്ട അങ്ങനത്തെ വക സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ആകെ ഞാൻ തിന്നത് മാങ്ങയാണ്. മാങ്ങ മാത്രമൊക്കെ ഇഷ്ടമുണ്ടായിട്ടുള്ളൂ. 6 മാസമൊക്കെ ആയപ്പോൾ 5 മാസമൊക്കെ ആയപ്പോഴാണ് എന്നാലും ചോറ് എന്തെങ്കിലുമൊക്കെ ചോറൊന്ന് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരു 8 മാസമൊക്കെ ആയപ്പോൾ തന്നെ വീണ്ടും ഛർദ്ദി തുടങ്ങി. 5 മാസം കഴിഞ്ഞ് ഛർദ്ദിയൊക്കെ നിന്നപ്പോൾ പിന്നെ 2 മാസം മാത്രം ചോറും ഇതൊക്കെ കഴിച്ചത്. പിന്നെ അവിടുന്ന് ഒരു 8 മാസമൊക്കെ ആയപ്പോൾ വീണ്ടും ഛർദ്ദിയൊക്കെ തുടങ്ങിയിട്ടൊന്നും പ്രസവിക്കോളം എനിക്കൊന്നും തിന്നാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ രീതിയിലായിരുന്നു. അല്ല, എന്നിട്ട് പോലും തലവേദന ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുക. തലവേദന ഒന്നും ഉണ്ടായിട്ടില്ല അന്നൊന്നും. പിന്നെ അതിന് ശേഷം സെമിക്കാർക്ക് വയ്യായി കൂടി. അങ്ങനെ ആ സമയത്തൊന്നും ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തലവേദന ഉണ്ടായിട്ടില്ല. ഭയങ്കര തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദന. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് വന്ന്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞപ്പോൾ. ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാം. ഇന്ന് എൻ്റെ അമ്മയും താത്താൻ്റെ മക്കളും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റംസുമോൻ എന്താ കാട്ടിക്കണ്, അത് വരും എന്ന് പറഞ്ഞിട്ട് അവനിങ്ങോട്ട് വരുന്നില്ല കേട്ടാ. അവിടെ ഇവിടെ തന്നെ നിൽക്കുക, കൊലയമ്മ തന്നെ നിൽക്കുകയാണ്. മമ്മ വരുന്നുണ്ട് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് മൂപ്പര്. ഇങ്ങോട്ട് പോരെ മമ്മ, ഇങ്ങോട്ട് വന്നോളൂ. അപ്പോൾ നാളെ കുട്ടികൾക്ക് സ്കൂളില്ലാത്തല്ലേ, ചെറുതിന് സ്കൂളില്ലാത്തല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വരികയാണ് പറഞ്ഞിട്ട് സ്കൂളില്ലാത്തപ്പോഴൊക്കെ ഒരു വരവുണ്ടേ കുറേ. ഇപ്പോൾ കാരണം അവിടെ കൊണ്ട് കയറി നിങ്ങൾ പോരും തന്നെ ഏറ്റവും മണ്ണും പെട്ടെന്ന് രാത്രിയാണ്. ഇങ്ങോട്ട് വാ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയ ആളാണ് ഞാൻ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ പോകുന്നതിൻ്റെ സ്വസ്ഥത എനിക്ക് കിട്ടിയിട്ടുള്ളത്. സെമിക്കാക്ക് തറവാട്ടിലായിരുന്ന സമയത്ത് സെമിക്കാക്ക് ഭയങ്കരം കൂടിയിട്ട് സ്വസ്ഥത എനിക്ക് കിട്ടിയിട്ടില്ല. വെറും എന്താ പറയുക,
ഒരു അടിച്ചു തുടക്കുന്ന ആൾക്കാർ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല ആ വീട്ടിൽ. കുറേ പരിഹസിക്കലും കുറ്റപ്പെടുത്തലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഏതൊരാൾ നല്ല അസലായിട്ട് മാന്യമര്യാദക്ക് ഇഷ്ടംപോലെ സ്വർണം പൈസയൊക്കെ കൊടുത്തിട്ട് എൻ്റെ ഇപ്പോൾ മാന്യമര്യാദക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് എന്നെ. പക്ഷെ അവിടെ എനിക്ക് നല്ല പീഡനം തന്നെ പറയാം. നല്ല അസലായിട്ട് സെക്കാക്ക് വയ്യാതായതിൻ്റെ പേരിൽ ഒരുപാട് എന്നെ ഉപദ്രവിച്ച ആൾക്കാരുണ്ട് പറഞ്ഞൊക്കെ. എൻ്റെ അമ്മായിമായാലൊക്കെ പിന്നെ അത്രക്കും ഇടങ്ങറാക്കിയിട്ടുണ്ട്. സെക്കാക്ക് വയ്യാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തുക, ഒരു അടിച്ചൊരു തുടക്കണ നമ്മളിപ്പോൾ ഒരു അടിച്ചൊരു തുടക്കാൻ ഒരു വീട്ടിലേക്ക് പോയാൽ ആ വീട്ടിലത്തെ പണിക്കാരത്തിനോട് ഇതിൽക്കും സ്നേഹത്തിൽ ആൾക്കാർ പെരുമാറും. ആ വീട്ടിലത്തെ ആൾക്കാർ ഞാനും പോയത് തന്നെയാണ്. 2-3 വീട്ടിൽ പണിക്ക് 3 മാസമാണെങ്കിലും 2-3 മാസമാണെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. ഞാനും ഇങ്ങനെ വീട്ടിൽ ജോലിക്ക് പോയ ആൾ തന്നെയാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ നമുക്കൊരു വില കിട്ടിയെന്ന്. ഇത് അത്രക്കൊരു വില നമുക്ക് കിട്ടിയിട്ടില്ല. ഏതോ ഒരാൾ എന്താ പറയുക മോനെ അങ്ങനെ തന്നെ കാണുന്നത്. സെംകാക്ക് വഹിക്കണ വരെ എല്ലാവരും ഉണ്ടായിരുന്നു. വേദയപ്പം എല്ലാവരും ഒഴിവാക്കി. 3ാമത്തെ ജ്യേഷ്ഠനും വൈഫും അതേപോലെ സെംകാർ ഇപ്പം മാത്രമാണ് സെംകാർ വീട്ടിൽ സെംകാർക്ക് ഞങ്ങൾക്കൊരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. വേറെ ആരും ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ എന്താ പറയുക സെംകാരിനെ കൂടെ ചാടി പോകുന്നതല്ല, ഏതെങ്കിലും ഒരു അണ്ണാച്ചിനെ റൊട്ടിൻ്റെ അവിടെ പോയിട്ട് വലിച്ചു കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു പൊക്കോട്ടേസിൽ പോയിട്ട് കല്യാണം കഴിച്ചതല്ല, ഒന്നുമല്ല. നല്ല അസലായിട്ട് പണ്ടും പൈസ ഒക്കെ തന്നിട്ട് എൻ്റെ ഇപ്പം മാനുമര്യാദ കല്യാണം കഴിപ്പിച്ച് വിട്ടോട്ടതാണ്. പിന്നെ ഇവരൊക്കെ കണ്ടു വന്ന് പറ്റിയ ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും എനിക്ക് ആ വീട്ടിലൊരു സ്വസ്ഥത തന്നിട്ടില്ല സെംകാക്ക് വയ്യാതായതിൻ്റെ പേരിൽ. സെംകാക്ക് വയ്ക്കുന്ന വയ്യാതാവണം മുന്നേ വരെ സെംക ആ വീട്ടിലത്തെ എല്ലാതായിരുന്നു. സെമിന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനായിരുന്നു, എല്ലാതായിരുന്നു. അത് ആരോഗ്യം ഉണ്ടായിരുന്നു, അവർക്ക് കൊണ്ടു കൊടുക്കാൻ പാകം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അന്നൊക്കെ സെംകാന് അവർക്ക് വലിയ ജീവനായിരുന്നു. സെംകാക്ക് വയ്യാതായതിന് ശേഷം അവർക്ക് പറ്റൂല, അവിടെ തൊട്ടാൽ പറ്റുമോ, ഇവിടെ തൊട്ടാൽ പറ്റുമോ, എനിക്ക് കുറ്റം, എനിക്കൊന്നിനും പറ്റൂല. അവിടെ പാത്രം എടുക്കാൻ വയ്യ, വെള്ളം എടുക്കാൻ വയ്യ, വറ്റെടുക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. എന്താ പറയുക, ഒരു അടിച്ചു തുടക്കുന്ന ആൾക്കാർക്ക് ഇതിനൊക്കെ വില ഉണ്ടാവും. അത്രപോലെ വില ആ വീട്ടിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ പിടിച്ച് നിന്ന വീട്ടിൽ ഈ ഒരു ഇക്കക്കൂര ഉണ്ടാക്കണ വരെ, ഈ ഒരു വീട് ഈ ഇക്കക്കൂര ഉണ്ടാവണ വരെ ഞാൻ പിടിച്ച് നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. എത്രത്തോളം എന്നെ ഉപദ്രവിക്കാൻ പറ്റുമോ, എത്രത്തോളം എന്താ പറയുക മാനസികമായിട്ട് എന്നെ ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ എന്നെ മാനസികമായിട്ടും ഒക്കെ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ ഫുഡ് ഉണ്ടാക്കിയാൽ ഏതോ ഒരു എന്താ പറയുക ഏതോ ഒരു മാറാരോഗമുള്ള ഒരു ആൾക്കാരോട് പെരുമാറുന്ന പോലെയാണ്. എന്താ വെച്ചാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിയാൽ അവർ കഴിക്കൂല, സെംകാ എന്തെങ്കിലും സാധനങ്ങളും അവരെടുക്കൂല. അങ്ങനെയൊക്കെ ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും കഷ്ടപ്പാടുകൾ. പാത്രം എടുക്കാൻ പാടില്ല, അവിടുത്തെ വെള്ളം എടുക്കാൻ പാടില്ല, ചെമ്പെടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നതാണോ, ഞാൻ മേടിച്ചുണ്ടാക്കിയ മുതലാന്നൊക്കെ കരമ്മ പറയുക. എന്താ പറയുക ഇതിനൊക്കെ? ഇങ്ങനത്തെ ആൾക്കാർ എന്താ പറയുക, ഞാൻ എൻ്റെ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് കാണും ഇങ്ങനത്തെ ഒരു ആൾക്കാരെ. ഇങ്ങനത്തെ ഒക്കെ ജീവിതത്തെ ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞ ആൾക്കാരെ ആദ്യമായിട്ട് കാണണം. പക്ഷെ ആദ്യമൊക്കെ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ ക്ഷമിച്ച് കുറേ ഞാൻ നിൽക്കണം. പക്ഷെ എനിക്ക് പറ്റണ പോലെ പിന്നെ ഞാൻ പറയൂ, നമുക്ക് പറയാലോ. നമ്മളൊരാൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ഇപ്പം പല കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മളൊരാളെ വർത്താനം കേട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. പിന്നെ ഒരാൾ കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ സെംകാന് മയക്കിക്കൊണ്ടുപോയി സെവിയാതെ സെംകാൻ എന്ത് മയക്കി കൊണ്ടുപോകാനാണ്? അവിടുന്ന് ഇങ്ങോട്ട് എന്നല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എന്നല്ലാതെ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്ത് മയക്കി കൊണ്ടുപോകാനാണ്? അങ്ങനെ ഒരുപാട് സെംകാക്ക് വയ്യാത്തതിൻ്റെ പേരിൽ എന്താ പറയുക, ഒരു മാറ്റി നിർത്തി തന്നെ പറയാം. ഏതോ ഒരാൾക്കാരോട് എന്തോ രസം കുടിച്ച് ഏതോ ഒരാൾക്കാരെ മാറ്റി നിർത്തുന്ന പോലെ മാറ്റി നിർത്തി. അല്ലെന്നില്ല, അവരൊന്നും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തി. ഞാൻ ഇവിടെ ഒരുപാട് വേറെ നല്ല നല്ല മനുഷ്യന്മാർ ചേർത്ത് പിടിച്ച് ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടൊക്കെ ഇവിടെ വരെ എത്തി. ഒരുപാട് ബാധ്യതകളാണ്, കടങ്ങളാണ്. എന്നാലും അല്ലെന്നില്ല, ഞങ്ങളുടെ ജീവിത റാഹത്താണ്. ഒരു ഇരിക്കക്കൂരായാലും ഉണ്ട്, ഉള്ളത് കഞ്ഞിവെള്ളമാണെങ്കിൽ സ്വസ്ഥതയെ കുടിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അള്ളാഹിനോടൊന്നും പറയണം. പിന്നെ ആ വീട്ടിലായിരുന്നു മോനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനും തിരിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞ അന്ന് 3 മാസത്തിലാണ് ഞാൻ മോന് വിശേഷമാണ്. ഇതൊക്കെ
അപ്പോൾ അതൊക്കെ അള്ള തന്ന അനുഗ്രഹമാണ്. അള്ള തന്ന കുറേ കഷ്ടപ്പെട്ടാലും അള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, എന്തെങ്കിലും നല്ലൊരു ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പം എൻ്റെ സെമിക്കാവ് കുഴപ്പമില്ല, മരുന്ന് കുടിക്കുകയാണ്, എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും അങ്ങനെ കഴിക്കുന്നു. ഇനി കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളതൊക്കെ ഞാൻ പറയാം ഇൻഷാ അള്ളാ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടും കാണുന്ന ആൾക്കാർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.